എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരാൻ പോകുന്ന +2 പബ്ലിക് എക്സാം 2026 തംബ്നെയിലുള്ളൊരു മിസ്റ്റേക്കാണ് ഞാൻ മാറ്റിക്കൊള്ളത്. 2026 എന്നാണ് വേണ്ടത്, ഞാൻ മാറ്റിക്കോളാം. +2 പബ്ലിക് എക്സാം 2026 ഈ 80 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 60 മാർക്കിൻ്റെയും ഒക്കെ പരീക്ഷയിൽ ജയിക്കാൻ എത്ര മാർക്ക് വേണം, A+ ലഭിക്കാൻ എത്ര മാർക്ക് വേണം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം പറയുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. +2 പബ്ലിക് എക്സാം 2025 80 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 60 മാർക്കിൻ്റെയും ഒക്കെ പരീക്ഷയിൽ എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത്, A+ ലഭിക്കാൻ എത്ര മാർക്ക് വേണം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും അവയ്ക്കുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ വന്നിരിക്കുന്നത്. 80 മാർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ 100 മാർക്കിലാണ് നടക്കുന്നത്. 100 എന്ന് പറയുമ്പോൾ 80 മാർക്ക് റിട്ടൺ എക്സാമിനും അതുപോലെ തന്നെ 20 മാർക്ക് CE മാർക്കും, അങ്ങനെയാണ് 100 മാർക്ക് വരുന്നത്. ഈ 100 മാർക്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ നമുക്ക് 80ൻ്റെ കേസ് തന്നെ CE മാർക്ക് വിടാം. ഓക്കെ, ഈ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ജയിക്കാൻ ആവശ്യമായത് 24 മാർക്കാണ്. അതായത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്കിൻ്റെ പരീക്ഷ, ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം, ഹിസ്റ്ററി, പൊളിറ്റിക്സ് പോലുള്ള പരീക്ഷകളെല്ലാം, എക്കണോമിക്സ് എല്ലാം 80 മാർക്കിൻ്റെ എക്സാമുകളാണ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ് എല്ലാം. അപ്പം ഈ 80 മാർക്കിൻ്റെ റിട്ടൺ എക്സാമിൽ നിങ്ങൾക്ക് 24 മാർക്കാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ജയിക്കാൻ എഴുതിയെടുക്കേണ്ട മാർക്ക്. നിങ്ങൾ എഴുതിയെടുക്കേണ്ട മാർക്കാണ് 24 മാർക്ക്. അതേപോലെ തന്നെ 60 മാർക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ഇപ്പോൾ എക്സാം പറയുകയാണ് ജിയോളജി, അതുപോലെ തന്നെയുള്ള ജിയോളജി, ജിയോഗ്രാഫി, സോഷ്യോളജിയൊക്കെ പോലെ എക്സാമുകൾക്ക് 60 മാർക്കിലാണ് പരീക്ഷ. ഈ 60 മാർക്കിൽ ഒരു വിദ്യാർത്ഥി ജയിക്കണമെങ്കിൽ 18 മാർക്ക് എഴുതണം. 60 മാർക്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ജയിക്കണമെങ്കിൽ 18 മാർക്ക് ആ സ്റ്റുഡൻറ്റ് എഴുതിയെടുത്താൽ മാത്രമേ അവർക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ. ഇനി A+ കിട്ടാൻ എത്ര വേണം? 80 മാർക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 80-ലൊരു 72 അതിന് മേലേക്കോ വേണം. 72 അതിന് മേലേക്കോ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ആയി മാറും. അതായത് 80 മാർക്കിൻ്റെ എക്സാം, ഇപ്പോൾ ഹിസ്റ്ററി എന്ന എക്സാം 80 മാർക്കിനാണ് റിട്ടൺ എക്സാം. ആ 80 മാർക്കിൽ നിങ്ങൾ ഒരു 72 അല്ലെങ്കിൽ മിനിമം 72 അല്ലെങ്കിൽ അതിന് മേലേക്ക് നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് A+ ആയി ലഭിക്കും. 60 മാർക്കിൻ്റെ എക്സാമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെ 50 to 52 മാർക്കിന് ഇടയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ 52 അതിന് മേലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ 60 മാർക്കിൻ്റെ എക്സാമിലും നിങ്ങൾക്ക് ജയിക്കാനുള്ള ജിയോളജി, ഇപ്പം എക്സാമ്പിൾ പറയുന്നത് ജിയോളജി പരീക്ഷയ്ക്ക് 60 മാർക്കിൻ്റെ എക്സാമിൽ 52 അല്ലെങ്കിൽ 52-നൊക്കെ മേലേക്ക് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് A+ ഗ്രേഡിനുള്ള മാർക്ക് കിട്ടും. തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ പുതിയ കാണുന്നൊരു മിസ്കറിയ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ +2 കഴിഞ്ഞ് ഇനിയിപ്പം +2 പരീക്ഷ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് പരീക്ഷ നടക്കുമ്പോൾ അതിൻ്റെ ആൻസർ കീകൾ, പരീക്ഷാ റിസൾട്ട്, അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി അഡ്മിഷനൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ +2 റിസൾട്ട്, ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ വരും. അപ്പോൾ പുതിയ കാണുന്നൊരു മിസ്കർ ദ ഫോൺ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.